ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആർ ന്യൂസ് 18 പാലക്കാട്ട് ഫ്ളാറ്റിൽ വെച്ചും പീഡിപ്പിച്ചു. ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. അശാസ്ത്രീയ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. മരുന്നെത്തിച്ചത് രാഹുലിന്റെ സുഹൃത്ത്. കഴിക്കുന്നത് രാഹുൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തി. ഒളിവിൽ പോയ രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ്. രാജ്യം വിടാതിരിക്കാൻ ജാഗ്രത. മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫ്. മുൻകൂർ ജാമ്യത്തിന് രാഹുലിന്റെ നീക്കം. തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ രാഹുലിന്റെ കേസിൽ വെട്ടിലായി കോൺഗ്രസ്. തള്ളാനും കൊള്ളാനുമാവാതെ മുതിർന്ന നേതാക്കൾ. സിപിഎമ്മിന്റെ രാഷ്ട്രീയ കെണിയെന്ന് പ്രതിരോധം. രാഹുലിനെതിരെ ആക്ഷേപം ഉയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും നിയമസഭാ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു. പ്രതിഷേധം ശക്തമാക്കി സിപിഎമ്മും ബിജെപിയും. കണ്ണൂരിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ച്. ഫസൽ ഗഫൂറിന് ഇഡി കുരുക്ക്. MES ട്രസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം. വിദേശയാത്ര തടഞ്ഞു. വീണ്ടും ചോദ്യം ചെയ്യാൻ ഇഡി. മലപ്പുറം ഒതായി മനാഫ് കൊലക്കേസിൽ 1-ാം പ്രതി കുറ്റക്കാരനെന്ന് കോടതി. മാലങ്ങാടൻ ഷഫീഖിനുള്ള ശിക്ഷ നാളെ വിധിക്കും. 3 പേരെ വെറുതെ വിട്ടു. ശിക്ഷ വിധിക്കുക മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. ദക്ഷിണേന്ത്യൻ തീരത്ത് ഭീഷണിയായി ഡിറ്റ്വ ചുഴലിക്കാറ്റ്. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്ര തീരങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യത. അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യത. ഹോങ്കോങ് തീപിടുത്തത്തിൽ മരണസംഖ്യ 100 കടന്നു. ചികിത്സയിലുള്ളവരുടെ നില ഗുരുതരം. 300 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ആദ്യം തീ ഉയർന്നത് 7 ബ്ലോക്കുകളിലെന്ന് പ്രാഥമിക നിഗമനം.